ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ബ്ലൗസിൽ എങ്ങനെയാണ് ഫിനിഷിംഗ് ആയിട്ട് ഹുക്ക് വെക്കുക എന്നുള്ളതാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഒരു ബ്ലൗസിൽ 5 ഹുക്കാണ് വരിക. അപ്പോൾ അതാദ്യം നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് മാർക്ക് ചെയ്യുക എന്നുള്ളതും കൂടി കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പോൾ ഞാൻ ഈ ഹോളുള്ള ഭാഗത്താണ് കേട്ടോ ഇപ്പോൾ മാർക്ക് ചെയ്ത് കാണിക്കുന്നത്. ഹോളുള്ള ഭാഗത്താണെങ്കിൽ നല്ല വശത്തും ഹുക്ക് മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചീത്ത വശത്തുമാണ് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതിനൊന്ന് ഇതേപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ 2ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ഒന്നും കൂടി 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും ഇതേപോലെ മാർക്ക് ചെയ്തെടുത്താൽ നമുക്ക് 5 ഹുക്ക് വെക്കാനുള്ള മാർക്കിംഗ് ആയി. ഇനി നമുക്ക് എങ്ങനെ ഹുക്ക് വെക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ സൂചിയിൽ നൂല് കോർത്തെടുക്കണം. 4 ലൈന് വരുന്ന പോലെ നൂല് കോർത്തെടുക്കുക കേട്ടോ. അതായത് 4 നൂല് വേണം അതിൽ നമ്മൾ സൂചിയിൽ കോർക്കണ സമയത്ത്. അപ്പോൾ അതൊന്ന് കോർത്തെടുത്തിട്ട് അതിൻ്റെ എൻഡിൽ നല്ല ബലത്തിലൊരു കെട്ടിട്ട് കൊടുക്കുക. നമ്മൾ ഹുക്ക് വയ്ക്കുന്ന സമയത്ത് സിൽവർ ഹുക്കുണ്ട്, പിന്നെ കോപ്പറിൻ്റെ ഹുക്ക്, പിന്നെ ഹുക്കിൽ തന്നെ 2 ഡിസൈൻ വരുന്ന പോലത്തെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഹുക്കാണെങ്കിൽ നമുക്ക് വെക്കാൻ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഹുക്ക് വെക്കുന്ന സമയത്ത് ഒരുപാട് മുകളിലേക്കോ ആയി പോരുത്, താഴേക്കോ ആകാതെ മുകളിൽ നിന്നും ഒരു 2 പോയിൻ്റ് ഇറക്കി വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഹുക്ക് ഇടണ സമയത്ത് നല്ല ഭംഗിയുണ്ടാവും, ഇടയിൽ ഹോള് കാണില്ല. അപ്പോൾ നമുക്ക് അതൊന്ന് 2 പോയിൻ്റ് ഇറക്കി ഹുക്കൊന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ ഹുക്ക് വെക്കുമ്പോൾ ഹുക്കിൻ്റെ താഴ്ഭാഗത്ത് 2 റൗണ്ട് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ ആദ്യം ഒരു റൗണ്ടാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ആദ്യം തുണിയിൽ സൂചി ഇതേപോലെ കുത്തിയിട്ട് ഹുക്കിൻ്റെ ഹോൾ കൂടെ ഇതേപോലെ എടുത്തിട്ട് ആദ്യം ഒന്ന് നമ്മൾ കെട്ടിട്ടെടുക്കുക. അത് കെട്ടിട്ട ശേഷം ആ റൗണ്ട് മുഴുവനും നമുക്ക് ഇതേപോലെ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ചെയ്ത പോലെ തന്നെ കെട്ടിട്ട് എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ബലത്തിൽ നിൽക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ആദ്യം തുണിയിലൊന്ന് കുത്തിയിട്ട് പിന്നെ ഹുക്കിൻ്റെ ഹോളിൽ കൂടെ ഇതേപോലെ വലിച്ചെടുക്കുക. ആ റൗണ്ട് മുഴുവനും ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഒരു റൗണ്ട് മുഴുവനും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അടുപ്പിച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ മറ്റേ റൗണ്ടും നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ആ റൗണ്ടിൽ അടുപ്പിച്ചിട്ട് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും, നല്ല ബലത്തിൽ നിൽക്കും ആ ഹുക്ക്. പിന്നെ ഇതേപോലെ 2ാമത്തെ റൗണ്ടും ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ വെച്ച ഹുക്കിൻ്റെ ഇടത്തെ ഭാഗത്തായിട്ട് ഹുക്കിൻ്റെ അടുപ്പിച്ചിട്ട് കേട്ടോ ചെറുതായിട്ട് ഒന്ന് സൂചി ഇതേപോലെ ഒന്ന് കുത്തിയെടുക്കാം. ഒരു പോയിൻറ്റിനെ തുണി വരാൻ പാടുള്ളൂ, അതുപോലെ ഒന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് ഹുക്കിൻ്റെ ഈ കൊളുത്തുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടെ വേണം ഈ നൂലെടുക്കാൻ കേട്ടോ. പുറത്ത് കൂടെ എടുക്കരുത്, സൂചിയുടെ ഉള്ളിലൂടെ എടുത്തിട്ട് അപ്പുറത്തെ സൈഡും ഇതിപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കുക. എന്നിട്ട് അതിനൊന്ന് വലിച്ച് ബലപ്പെടുത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഹുക്കിനെ ചുറ്റിലും പുറത്ത് കൂടെ ഒരു 3 റൗണ്ട് ഒന്ന് ഇതേപോലെ ചുറ്റി കൊടുക്കുക. പുറത്ത് കൂടെ ചുറ്റാട്ടോ. ആദ്യം നമ്മൾ ഇടത്തെ സൈഡ് കുത്തിയിട്ട് ഹുക്കിൻ്റെ ഉള്ളിലൂടെയാണ് നൂല് വിട്ടിട്ട് അപ്പുറത്തെ സൈഡ് തുന്നണത്. എന്നിട്ട് അത് തുന്നിയ ശേഷം 3 റൗണ്ട് ഒന്ന് കൊക്കിയുടെ ചുറ്റിലും ഒന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തത് ഇടത്തെ ഭാഗത്താണല്ലോ, അപ്പോൾ ഇപ്പോൾ 3 ചുറ്റിയ ശേഷം വലത്തെ ഭാഗത്ത് നേരത്തെ ചെയ്ത പോലെ ചെറുതായിട്ടൊന്ന് സൂചി ഒന്ന് ആ തുണിയിൽ കുത്തിയെടുക്കുക കേട്ടോ. എന്നിട്ട് അവിടെ ഒന്ന് കെട്ടിട്ടെടുക്കുക. ഇതേപോലെ ഇപ്പോൾ കെട്ടിട്ട പോലെ 2-3 കെട്ടിട്ടിട്ട് നല്ല ബലപ്പെടുത്തി എടുക്കുക. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ നൂലിനെ ഒന്ന് കട്ട് ചെയ്ത് വിട്ടാൽ നമുക്ക് നല്ല ബലത്തിലും നല്ല ഫിനിഷിംഗ് ആയിട്ടും കൊക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും.